തേനിൻ്റെ ഗുണം അനവധിയാണ്. തേൻ നിത്യം കഴിച്ചാൽ, ദിവസം കഴിച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം, ബുദ്ധിശക്തി, സൗന്ദര്യം, ഇതെല്ലാം, ഓർമ്മശക്തി, ഇതെല്ലാം പ്രദാനം ചെയ്യുന്നവരാണ്. ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റാ. ആണോ? ഇങ്ങനത്തെ തേൻ കുടിച്ചിട്ടുണ്ടോ? വില കൊടുത്ത് നല്ല തേൻ കിട്ടും, വില കുറഞ്ഞാൽ മോശം തേൻ കിട്ടും. അതെ അതെ അതെ. നമസ്കാരം. ഇന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. തേനീച്ച കൃഷി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. തേൻ കൃഷി, തേനീച്ചകളെ വളർത്തി തേനെടുത്ത് അത് വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി, ആ ഒരു കൃഷി ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ തേൻ കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ തേനീച്ച കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് എടുത്ത് ആ തേൻ അത് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൊട്ടിയൂർ ഹണി എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ ഫാമാണ്. ഏതായാലും നമ്മളിനി ആ ഒരു തേൻ തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ തേനീച്ച തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ തേനീച്ച കൃഷിയുടെ വിശേഷത്തിലേക്ക് പോകാം. ഇപ്പോൾ ഇതുപോലെയുള്ള, ഇപ്പം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിലാണ് സാധാരണ കൂടുതലായിട്ടും, അല്ലെങ്കിൽ കശുമാന്തോട്ടത്തിലൊക്കെയാണ് തേൻ കൃഷി ചെയ്യുന്ന പെട്ടികളും കാര്യങ്ങളൊക്കെ വെക്കാറ് പതിവുള്ളത്. ഇതുപോലെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു തേനീച്ച പെട്ടികളെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം, തേനീച്ചപ്പെട്ടികൾ ഇരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം. ഇവിടെ എടുത്ത് തുടങ്ങി കേട്ടോ. കുത്തൊന്നുമില്ലായിരിക്കും അല്ലേ? അങ്ങനെ സീലൊക്കെ ചെയ്ത് കുറേ ദിവസമായതാ, മഴയാണ്ടേ. എന്താ സീൽ ചെയ്ത് ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് രവി. കൊട്ടിയൂർ സ്ഥലം? കൊട്ടിയൂർ കണ്ടപ്പന. ഇത് കൊട്ടിയൂർ ഹണി എന്നല്ലേ? കൊട്ടിയൂർ ഹണി. എത്ര വർഷമായിട്ടാണ് തുടങ്ങി? ഞാൻ 20 വർഷമായി അല്ലേ. ഇത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇനം അങ്ങനെ എന്തോ ഉണ്ടോ? ഇല്ല, സാധാരണ നമ്മൾ ചെയ്യുന്ന ഞൊടിയൽ ഇനത്തിൽപ്പെട്ട തേനീച്ച അല്ലേ. ഇതിൻ്റെ പ്രത്യേകം ഞാൻ ഇത് നമ്മൾ ഈ കാടിനെടുത്താണ്ടേ, കാട്ടിലെ തേന ഇപ്പം കിട്ടും നമുക്ക്. സാധാരണ റബ്ബറിൻ്റെ തേന കഴിഞ്ഞു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാം. അതിൻ്റെ മണവും ഗുണവും ഒക്കെ ഭയങ്കര തന്നെയാണ്, വ്യത്യാസമുണ്ടല്ലേ. നമ്മുടെ തേൻ നല്ല തന്നെ പൊതുവെ ഈ കാടിനെടുത്താണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള തേനാ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ തേന ഇവിടെ കിട്ടൂല. കശുവണ്ടി സീസണും കൂടെ ആയതുകൊണ്ടല്ലേ. കശുവെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഈ കാട്ടിൽ നിന്ന് തൊട്ടടുത്തിന്റെ കാടല്ലേ, കാണാനുള്ള മൊത്തം കാടിനകത്ത് നമുക്ക് കിട്ടുന്ന തേനായോണ്ട് ഗുണം കൂടുതൽ. ഇതെന്താ സ്മോക്കർ? ഇതിനകത്ത് ചൈരിയിട്ട് പോയിക്കും അത്രേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് ഇവരെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ പോച്ചാൽ അവർ മാറിക്കിട്ടും. അല്ലെങ്കിൽ നല്ല വെയിലാണെങ്കിൽ അവർ കുത്തിയല്ല. ഇപ്പൊ ഈ തണുപ്പൊക്കെ ഉള്ളപ്പം ഇതൊന്ന് സ്മോക്കർ കൊണ്ട് പോച്ചു കഴിഞ്ഞാൽ അങ്ങ് മാറിക്കിട്ടും, ശല്യമില്ലാതെ. കുത്തൊക്കെ കിട്ടുമോ? കുത്തകളുടെ മുഖത്തൊക്കെ ഇപ്പൊ ഇത് കുത്തിയതൊക്കെ അതൊക്കെ കിട്ടും. ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഇന്നൊരു 10-30 ഈച്ച ഇന്ന് കുത്തിയ ഈ മൂടലൊക്കെ അല്ലേ, ഈ മഴക്കാരൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ശല്യ. അപ്പോൾ നമ്മൾ ഈ പെട്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈച്ചകളൊക്കെ ഇപ്പോൾ എങ്ങോട്ടാ പോവുക? ഈച്ചതിൻ്റെ അടിയിലേക്ക് നമ്മളിപ്പം പോയിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഈച്ചകൾ മാറി അടുത്ത ഇതിലേക്ക് അടിയിലേക്ക് പോകും. അടിയിലത്തെ ചേമ്പറിലേക്ക് ഒതുങ്ങിത്തരും. അങ്ങനെ അല്ല, അടുത്ത ചേമ്പറിലേക്ക് അങ്ങ് ഒതുങ്ങിത്തരും. ഇത് കഴിഞ്ഞതാ? അതെടുത്ത് തന്നെയാണ്. ഇനി അവിടെ അടിയത്തെ ചേമ്പർ അനക്കൂല അല്ലേ? അടുത്ത ചേമ്പർ തൊടുകയല്ല. പിന്നെ ഇതിപ്പോൾ ഇതിനകത്ത് ഇപ്പം തേൻ സീസൺ കുറഞ്ഞത് പോയില്ലേ, സീസൺ കഴിഞ്ഞതാ. അതുകൊണ്ട് ഇപ്പം ഇത് ഈ കാലിലെ തേനാ. അല്ല ഇത് കുറേ കൂടി ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. ഒഴിവാക്കി
ഇങ്ങനെ ഊതുമായിരിക്കും അല്ലേ? ഊതിങ്ങനെ ഊതിയ കുറേ അങ്ങ് പറന്നു പോകും. ആ ആ സീല് സീൽ ചെയ്ത് സീൽ ചെയ്തേക്കുന്നല്ലേ? അതെന്തിനാ മഴ വരുമ്പോഴാ? അല്ല, ഇതിൻ്റെ അവർ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടേ സീൽ ചെയ്യുന്ന. അതതിൻ്റെ പുറത്തൊരു വെള്ളം അല്ലേ? അത് വെള്ളം അത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള തേനാണ്. ബാക്കിയുള്ള കുറേ പേരൊക്കെ എടുക്കുന്ന സീൽ ചെയ്യാതെ എടുക്കും, അതിനകത്ത് ജലാംശം കൂടും. ഇതവർ ചിറകുകൊണ്ടടിച്ച് ജലാംശം പറ്റിച്ച് വെക്കുന്ന. ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി തേനാകും ഈ സീൽ ചെയ്തെടുത്താലേ. ആണല്ലേ? അത് അവർ തന്നെ ചെയ്യുന്നല്ലേ? അവർ തന്നെ ചെയ്യുന്ന. നമ്മളത് ചെത്തിയിട്ട് എക്സ്ട്രാക്ട് വെച്ച് കറക്കണം. എടുക്കാൻ എളുപ്പത്തിന് എല്ലാവരും സീൽ ചെയ്താൽ എടുക്കും. അതിനകത്ത് ജലാംശം കൂടുതലായിരിക്കും. അപ്പം സീലാകുന്നതിന് മുന്നേ ആകുന്നതിന് മുമ്പേ അപ്പം അതിനകത്ത് ജലാംശം കൂടും. ഇത് ഒരു പ്രാവശ്യം ഇതാകണമെങ്കിൽ എത്ര ദിവസം നമുക്ക് സമയം എടുക്കും? നല്ല സീസണാണെങ്കിൽ 10-12 ദിവസം എടുക്കാം. 8 ദിവസം മതിയോ? 8 ദിവസമൊക്കെ 8-10 ആകും. പക്ഷെ ഞാൻ 12 ദിവസമൊക്കെ സീൽ ചെയ്തേ എടുക്കുള്ളൂ. അങ്ങനെ സീൽ ചെയ്തിട്ട് 12 ദിവസം മതി അല്ലേ? സീൽ ചെയ്യാതെ എടുക്കണേ 8-10 ദിവസം ആകുമ്പോഴത്തേക്ക് എടുക്കാം. നല്ല സീസണുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു 2-3 മാസമൊക്കെ എടുക്കുന്ന പരിപാടിയാണ്. ബാക്കിയുള്ളവർ അങ്ങ് താഴേക്ക് പോരാ. ബാക്കിയുള്ളവർ നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ ഇതാണ് ലാസ്റ്റത്തെ പെട്ടി. ഇല്ല, ഇനി എടുക്കാണ്ട്. അല്ല, ഇത് ഏറ്റവും ലാസ്റ്റത്തെ അറിയാം. അതാണക്കൂല അല്ലേ? അതാണക്കൂല. നനക്കഴിഞ്ഞാൽ അവർ പോകൂല. അത് നമ്മൾ വേറെ ഈ അടയൊക്കെ വെട്ടാൻ നേരത്തെ എടുക്കും. ചേട്ടൻ ഇത് തുടങ്ങിയ സമയത്ത് ഈ തേനീച്ചനെ എപ്പോൾ ഇവിടുന്ന് കിട്ടി? അങ്ങനെ നമുക്ക് എവിടെ നിന്ന് കിട്ടണം? തേനീച്ചനൊക്കെ നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടേ കിട്ടിയതാണ് ഇതൊക്കെ. അങ്ങനെ അവർ തരുമോ? റബ്ബർ ബോർഡിൻ്റെ ക്ലാസ് ഒരു 20 വർഷം മുമ്പേ ഒരു 4 വെട്ടി തരും ഒരു ക്ലാസ് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങിയത് ഞാൻ 150-200 വെട്ടി വരെ വർദ്ധിപ്പിച്ചാണ്. പിന്നെ നോക്കാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ പെട്ടിയുടെ എണ്ണം കുറച്ചൊരു 100 നമുക്കൊരു വർഷം ഒരു 10 ക്വിൻ്റൽ തന്നെ ഇപ്പം കിട്ടും. നമ്മളൊരു കിലോ തേനിന് 300 വെച്ചാൽ കുട്ടികൾക്കണി എന്ന ലെവലിൽ നമ്മൾ വിൽക്കുന്നത്. 100% നാച്ചുറൽ. നാച്ചുറൽ. കുട്ടികൾക്കണി എന്ന് പറഞ്ഞാൽ വിശ്വാസം ആണ്. ആർക്കും വിശ്വസിച്ച് വാങ്ങാം. അതുകൊണ്ട് തന്നെ നമ്മുടെ തേൻ തന്നെ ഡിമാൻഡാണ്. നമുക്ക് നല്ല ചിലവുമുണ്ട്. ആൾക്കാർ ഇങ്ങ് വന്ന് വന്ന് വാങ്ങിക്കോളും. പിന്നെ ഓർഡർ ഉണ്ട്. ഓൺലൈനിൽ കൊടുക്കാറുണ്ട്. ഓൺലൈനുണ്ട്. ഓൺലൈൻ എങ്ങനെ? ഓൺലൈൻ അയച്ചു കൊടുക്കും. ഹൈദരാബാദ്, ഡൽഹിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരെന്നാ ചേച്ചി ഈ ചെയ്യുന്നതിന്? എക്സ്ട്രാക്ടർ അല്ലേ? ഓക്കെ. ഈ അടയിൽ തേൻ വേർപെടുത്തി എടുക്കുന്ന ഒരു രംഗമായിട്ട് കാണുന്നത്. നീ കറക്ക നല്ല കാണും. സൈക്കോളജി ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത്. സാധാരണ ഇങ്ങനെ ഈ റബ്ബർ തോട്ടത്തിൽ തന്നെയാണ് ഈ റബ്ബർ തോട്ടത്തിലാണ് സാധാരണ വെക്കുന്നത്. അത് കാടല്ലേ, അതങ്ങോട്ട് അടിച്ച് വെക്കുക. കണ്ടോ അല്ലേ? റബ്ബർ തോട്ടത്തിൽ അല്ലെങ്കിൽ പിന്നെ കശുമാൻ തോട്ടത്തിലല്ലേ? കശുമാനിലൊക്കെ തണലുള്ളടത്തെ ഒരുമാതിരി തണലുള്ളടത്തെ വെക്കുള്ളൂ. നല്ല വെയിലടിച്ച് ഇത് ഉള്ളിടത്തും ഇരിക്കുകയല്ല. ശരിക്കും ചിറകടിക്കുന്ന സൗണ്ടാണ് തോന്നുന്നത്. തേനിനകത്ത് കൊണ്ട് വെച്ചിട്ട് അത് ശേഖരിച്ചിട്ട് ചിറകടിച്ച ഇതിൻ്റെ ജലാംശം വെക്കുന്നത്. അങ്ങനെ സംവിധാനങ്ങളല്ലേ? ഇതിൻ്റെ അറയെല്ലാം കണ്ടോ? ഭയങ്കര അറകളല്ലേ? ഇതൊക്കെ എഞ്ചിനീയർമാർ ഇതൊക്കെ കണ്ട തോറ്റു പോലെ അവരാ ഇതുണ്ട്. അവർക്ക് എല്ലാം വിദ്യ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയിലാണ്.
4 ഫ്രെയിം വെക്കാം. ഇത് നമ്മൾ ഈ ഓരോന്നോരോന്നെടുത്ത് അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് വെക്കും അല്ലേ? നമ്മൾ സീല് ചെത്തിക്കളഞ്ഞിട്ട്. സീലെന്ന് പറഞ്ഞാൽ വാക്സ് ആയിരിക്കും അല്ലേ? ഇത് വാക്സാ. ഈ ചെത്തി കളയുന്നല്ലേ? ഇത് വാക്സ് ആട്ടോ. വാക്സാ, ഹണി വാക്സ് അല്ലേ? ഇത് വലിയ വിലയുള്ളതാണ്. നമ്മളത് നമ്മുടെ ബ്യൂട്ടി ക്രീം, വാക്സ് ക്രീം എല്ലാം അങ്ങനെയും ചെയ്യുന്നുണ്ടോ? പിന്നെ വാക്സ് ക്രീം എന്ന് വെച്ചാൽ മറ്റേ വളങ്കടി, ഉപ്പൂറ്റി വീണ്ടുക അതിനൊക്കെയുള്ള സൗന്ദര്യ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത്. സിനിമാ നടന്മാരൊക്കെ ഒത്തിരി നമ്മളുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അല്ലേ? ഇതുകൊണ്ടുള്ള വാക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ബ്യൂട്ടി ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കിറക്കുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് കാറ്റടിച്ചിട്ടായി വീണ്. അങ്ങനെയാണോ അല്ലേ? ഇങ്ങനെ നമ്മൾ കറക്കുമ്പോൾ ഇതിനകത്ത് കാറ്റല്ലേ, ഈ കാറ്റിൽ ഇതിനകത്ത് ഈ അറക്കാത്തുള്ള തേനെല്ലാം കൂടി കയറിയിട്ട് പുറത്തേക്ക് ചാടി. ഇതാകുമ്പം യാതൊരു കുഴപ്പമില്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതിനെ അരിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം. ഇനി തിരിച്ച് ഈ അറ വെക്കുമ്പോൾ ഈ സാധനം കളഞ്ഞിട്ടേ വെക്കുള്ളൂ? എങ്ങനെ? ഇതിനകത്തേക്ക് ഇനി അവർ പിന്നെ നിറക്കുന്നേ. ഇത് തന്നെ പിന്നെയും കൊണ്ട് വെക്കുന്നത്? ഇതങ്ങനെ വെക്കും, അവർ ഇതിനകത്ത് തന്നെ നിറയ്ക്കും. അങ്ങനെയല്ലേ? ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് കെട്ടാനുള്ള സമയമില്ലേ, അത് കിട്ടിയതിൻ്റെ സമയം പോകും. കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ 10 ദിവസം കൊണ്ട് പരിപാടി. അതാ അതിൻ്റെ ടിക്കെങ്കിൽ കുറേ പഠിക്കാനുണ്ടല്ലോ ഇത്. പേടിയൊന്നും പാടില്ല. ഇത് പേടിയുള്ളവർക്കൊന്നും പറ്റുന്ന പണിയല്ല. ഇതിൻ്റെ നമ്മുടെ ഇതുണ്ട് ഇപ്പം ഇതിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഭയങ്കര നല്ല മണമാണ്. ഞാൻ വിചാരിച്ചത് പ്രത്യേകിച്ച് ഇപ്പം ഈ കടയിലൊക്കെ കിട്ടുന്ന ചില കമ്പനികളിൽ കമ്പനി തേന് വരുന്നുണ്ടല്ലോ, ലാഭത്തേനൊക്കെ ഒരു ഗുണമില്ലല്ലേ? വേറെ ഓരോരുത്തരത്തൊക്കെ അവർ കൃഷി ചെയ്യുന്നല്ലോന്നേ. അവരോരോരുത്തരന്ന് എടുത്തിട്ട് മറ്റേ ഉറക്കാതിരിക്കാൻ മറ്റേ കെമിക്കലൊക്കെ ചേർത്തിട്ടില്ല നമുക്ക് വരുന്നത്. ശുദ്ധമായ തേൻ മേടിക്കുന്ന വില കൊടുത്ത് നല്ല തേൻ കിട്ടും, വില കുറഞ്ഞാൽ മോശം തേൻ കിട്ടും. നമ്മുടെ അടുത്തുനിന്ന് ശുദ്ധമായ തേൻ വേണമെങ്കിൽ കുട്ടികൾക്കിണിയെ സമീപിക്കുക. ഫോൺ നമ്പർ 91 881 53 795. ഏതായാലും എൻ്റെ അത് അടിക്ക് കൊടുത്തേക്കാം. ചകിരിയുടെ ഇതിൻ്റെ അത് ചകിരിയല്ലേ ഇടുന്നത്? സ്മോക്കറിൻ്റെ കാഴ്ച കേട്ടത്. ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റാ. ആണോ? ഇങ്ങനത്തെ തേൻ കുടിച്ചിട്ടുണ്ടോ? തേനൊക്കെ നമ്മുടെ പ്രകൃതിക്ക് കാണുന്ന തേനീച്ചയിൽ 3-4 ഇനം തേനീച്ചയാണ് നമുക്ക് തേന് കിട്ടുന്നത്. ഈ കാട്ടിലെ കാട്ടുതേൻ കിട്ടും. പിന്നെ നമ്മൾക്ക് ഈ ഞൊടിയൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമ്മുടെയാണ് ഈ ഞൊടിയൽ വൻതേൻ പറയും. പിന്നെയും കോൽത്തേൻ ഒരു സാധനമുണ്ട്, കോലയിൽ അത് ചുറ്റിക്കും ഒരു 10-500 ഗ്രാം തേന അതിന് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ചെറുതേ ഈ 4 ഇനം തേനാണ് നമുക്ക് ഉള്ളത്. അപ്പം നമ്മൾ മുഖ്യമായിട്ട് കൃഷി ചെയ്യുന്ന നമ്മുടെ ഞൊടിയിൽ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് കൃഷി ചെയ്യുന്നത്. ഈ ചെറുതേന വേറെ അല്ലേ? ചെറുതേൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞ് തേനീച്ചകളാണത്. അത് ഒരു പെട്ടിയിൽ നിന്നൊരു 250-300 ഗ്രാം തേനേ ഒരു വർഷം കിട്ടുള്ളൂ. ഏറ്റവും വിലയുള്ളത്, ഏറ്റവും ഗുണമുള്ളതും അത് ഏറ്റവും ചെറിയ പൂക്കളിൽ നിന്ന് ഇപ്പം കാണില്ല, തുളസി ഇതില്ലേ, തുളസി ഇങ്ങനെയുള്ള പൂക്കളിൽ നിന്ന് നിൽക്കുന്ന ഏറ്റവും ഔഷധ ഗുണമുള്ള തേനാണ് ചെറുതേ. അപ്പോൾ അതിന് വില കൂടുതലാണ്. 2500, 2000-2500 മാർക്കറ്റുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കാടായി അടുത്തായതുകൊണ്ട് ഏറ്റവും ഗുണമേന്മയുള്ളത് തേനാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം രുചിച്ച് നോക്കി അറിയാലോ എൻ്റെ ടേസ്റ്റ് മണമൊക്കെ. തേനിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തേനിൻ്റെ ഗുണം അനവധിയാണ്. തേൻ നിത്യം കഴിച്ചാൽ, ദിവസം കഴിച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം, ബുദ്ധിശക്തി, സൗന്ദര്യം, ഇതെല്ലാം ഓർമ്മശക്തി ഇതെല്ലാം പ്രദാനം ചെയ്യുന്നതാണ്. രാത്രി കിടക്കാൻ നേരത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് തേൻ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം കിട്ടും. വെറും വയറ്റിൽ
ഏലക്ക സമം വയമ്പ് ചേർത്ത് തേനകത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴിച്ച് കഴിഞ്ഞാൽ തടി കുറയ്ക്കാം. അതുപോലെ നെല്ലിക്ക ഇട്ട് വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഏത് സാധനവും നമുക്ക് തേനിനകത്തിട്ട് 41 ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം ഭയങ്കരമാണ്. ഏറ്റവും ശരീരത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നതിന് മറ്റേ ഈത്തപ്പഴം ഇട്ട് വെച്ച് തേനിനകത്തിട്ട് വെച്ച് 41 ദിവസം കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല സൗന്ദര്യം ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും. അതുപോലെ ബ്രഹ്മി തേനിനകത്തിട്ട് 41 ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ ബുദ്ധി ഉണ്ടാകും. പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ബുദ്ധിശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സർവത്ര ഗുണമാണ് തേനിൻ്റെ കാര്യത്തിൽ. അത് നല്ല തേനാണെങ്കിൽ മാത്രം, നല്ല തേനാണെങ്കിൽ മാത്രം. മോശം തേനാണെങ്കിൽ ഇതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തേൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തേനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങുക. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തേനൊന്നും നല്ലതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പരീക്ഷണാർത്ഥം നമ്മുടെ ടെക്നിക്കലായിട്ട് കുറേ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഒരു കുറച്ച് വെള്ളത്തിനകത്തേക്ക് തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന തേൻ ഒഴിച്ച് നോക്കുക. നേരെ അടിയിൽ പോയി കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ അടിയിൽ പോയി കിടക്കും. അത് നമ്മൾ തൊട്ട് നോക്കിയാൽ വെള്ളത്തിനകത്ത് മധുരം ഉണ്ടെങ്കിൽ അതിനകത്ത് മായം ചേർത്താൽ നമുക്ക് മനസ്സിലാക്കാം. വെള്ളത്തിന് മധുരം ഉണ്ട്. വെള്ളത്തിലേക്ക് തേൻ നേരിട്ട് ഒഴിക്കുക. ആ തേൻ മുറിയല, അണമുറിയാ നേരെ പോയി കിടക്കും, അടിയിൽ പോയി കിടക്കും. ആ വെള്ളം നമ്മൾ തൊട്ട് നോക്കി മധുരം ഉണ്ടെങ്കിൽ അതിനകത്ത് മായം ചേർത്താകുന്ന മനസ്സിലാവും. ഒറിജിനൽ തേനാണെങ്കിൽ ആ ഒരു വെള്ളം നമ്മുടെ സാധാ വെള്ളത്തിൻ്റെ അതേ ടേസ്റ്റ്, വെള്ളത്തിന് വ്യത്യാസമില്ല. അതുപോലെ നമ്മളൊരു പേപ്പറിൻ്റെ മുകളിൽ ഒരു തുള്ളി തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തേനാണെങ്കിൽ അവിടെ ഇരിക്കും, പലതാണെങ്കിൽ അത് പടർന്നു പോകും. പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുക, അതുപോലെ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല തേനാണെങ്കിൽ ഉറക്കിയല്ല, മായം ചേർത്ത തേനാണെങ്കിൽ ഉറയ്ക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി പരീക്ഷണം നമ്മൾ നടത്താം. പക്ഷെ നമ്മൾ പുറത്തിരുന്നാൽ ഉറക്കില്ല. ഈ തേൻ ഉറക്കും കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോസസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തേൻ കലക്കണ പോലെ പഞ്ചസാര പോലെ ഉറച്ചിരിക്കും. അതിൻ്റെ ഈ തേനിൻ്റെ ഇതിങ്ങനെ ഒരു പ്രത്യേകതയാണ്. അത് കുറേ കഴിയുമ്പോൾ അത് ഉറയ്ക്കാൻ തുടങ്ങും, ഉറച്ചു പോകും. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പം ഒരു വർഷം കൊണ്ടൊക്കെ ഇരുന്ന് ഉറയ്ക്കും. ഒറിജിനൽ തേൻ മായം ചേർത്ത് തന്നെ ഉറക്കിയല്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇത് പഞ്ചസാരയായി ഉറച്ചിരിക്കുന്നതെന്നൊക്കെ എല്ലാവരും വിചാരിക്കുക. അതൊന്നും അല്ല, നല്ല തേനായി ഉറക്കുള്ളൂ. അപ്പോൾ കൊട്ടിയൂർ ഹണി അല്ലെങ്കിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് തേനീച്ച വളർത്തുന്നതിന് അല്ലെങ്കിൽ തേൻ കൃഷി ചെയ്യുന്നതിൻ്റെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കണ്ടു. നമ്മളെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അടിപൊളി തേനാട്ടോ, ഒരു രക്ഷയില്ലാത്ത തേനാണ്. അത് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് തേനുകൾ കഴിച്ച് നമുക്ക് ഈ നല്ല തേനങ്ങ് കിട്ടിക്കഴിയുമ്പോൾ ശരിക്കത്തെ തേൻ്റെ ടേസ്റ്റ് അറിയുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്താണ് തേനെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഫോറസ്റ്റ് തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് തേനീച്ചകളൊക്കെ കാട്ടിൽ പോയി പൂവിൽ നിന്നൊക്കെ തേൻ ശേഖരിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ആ തേന് മൊത്തത്തിലുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഭയങ്കര രസമുള്ള തേൻ തന്നെയാണ്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഹണി കൃഷി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.